വെങ്കടേഷ് അയ്യരെ കൊൽക്കത്ത 23 കോടി കൊടുത്താണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവർ നിതീഷ് റാണയെ പുറത്താക്കി. 6 കൊല്ലമായിട്ട് റാണ കൊൽക്കത്തയിൽ കളിക്കുന്നുണ്ട്. എന്നിട്ടും പുല്ലുപോലെ വലിച്ചെറിഞ്ഞു. ഇപ്പോഴത്തെ റാണ രംഗത്ത് വന്നിരിക്കുകയാണ്. റാണയെ വാങ്ങിച്ചത് രാജസ്ഥാനായിരുന്നു. എന്നിട്ടും റാണയ്ക്ക് സന്തോഷമില്ല. സഞ്ജുവിന്റെ ടീമിലെത്തിയതിൽ കലിപ്പിലായിരിക്കുകയാണ് നിതീഷ് റാണ. ലേലത്തിന് ശേഷം റാണ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. റാണയുടെ ഭാര്യ കൊൽക്കത്തയെ അൺഫോളോ ചെയ്തു. കൊൽക്കത്തയ്ക്കെതിരെ വലിയ വിമർശനമാണ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ റാണ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. റാണ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: കൊൽക്കത്ത ടീമിൽ എനിക്ക് 6 വർഷത്തെ പരിചയമുണ്ട്. എന്നിട്ടും അവർ എന്നെ വിളിച്ചില്ല. വെങ്കടേഷിന് 23 കോടി കൊടുത്തു. എനിക്കൊരു 5 കോടി തന്നിട്ടെങ്കിലും എന്നെ ടീമിൽ വിളിക്കാമായിരുന്നു. കൊൽക്കത്ത ചെയ്തത് വലിയൊരു തെറ്റാണ്. രാജസ്ഥാൻ ടീം മികച്ചവരാണ്. എനിക്ക് ഇവിടെ കളിക്കുന്നതിൽ താല്പര്യക്കുറവില്ല. പക്ഷേ എനിക്കിഷ്ടം കൊൽക്കത്ത തന്നെയാണ്. അവിടെയാണ് ഞാൻ കളിച്ചു വളർന്നത്. രാജസ്ഥാനെ പോലെ ഒരു ടീമിലെത്തിയാൽ എനിക്ക് ചിലപ്പോൾ എൻ്റെ കരിയർ തന്നെ അവസാനിച്ചേക്കാം. സഞ്ജു മികച്ചൊരു ക്യാപ്റ്റൻ തന്നെയാണ്. ഒരുപക്ഷെ എനിക്കിവിടെ അവസരങ്ങൾ കിട്ടിയേക്കില്ല. എൻ്റെ സ്വന്തം ടീം കൊൽക്കത്തയായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ കൊൽക്കത്തയെ എതിർത്ത് പറയുകയാണ്. എനിക്കിനി ഒരിക്കലും കൊൽക്കത്ത ടീമിലേക്ക് പോകേണ്ട കാര്യമില്ല. ഞാൻ അവിടേക്ക് ഇനി പോവുകയുമില്ല. ഇനി എൻ്റെ ടീം രാജസ്ഥാനാണ്. പക്ഷേ എൻ്റെ കഴിവ് എത്രത്തോളം ഇവിടെ നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. സഞ്ജുവുമായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. എൻ്റെ കഴിവിൻ്റെ മാക്സിമം ഞാൻ രാജസ്ഥാൻ ടീമിൽ ചിലവഴിക്കും. കൊൽക്കത്ത തന്നെ എടുക്കാത്തതിൽ നിരാശയുണ്ടെന്ന് റാണ വ്യക്തമാക്കി. റാണയ്ക്ക് കൊൽക്കത്ത ടീമിനോടാണ് ഇഷ്ടം. വെങ്കടേഷ് അയ്യർക്ക് വേണ്ടി 23 കോടി കൊൽക്കത്ത കൊടുത്തു. പക്ഷേ റാണയ്ക്ക് വേണ്ടി 5 കോടി പോലും മുടക്കാൻ അവർ തയ്യാറായില്ല. രാജസ്ഥാൻ ടീമിൽ കളിക്കാൻ റാണയ്ക്ക് വലിയ താല്പര്യമില്ല. റാണയ്ക്ക് സഞ്ജുവിനോട് അത്ര വലിയ താല്പര്യമില്ല. പക്ഷേ രാജസ്ഥാൻ റാണയെ എടുത്തുപോയി. ഇനി കളിക്കാതെ പറ്റില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, രാജസ്ഥാൻ ടീമിൽ വരുന്നവരെല്ലാം തന്നെ ഇങ്ങനെ തന്നെയാണ് പറയാറ്. പിന്നീട് രാജസ്ഥാൻ ടീമിൽ കളിച്ചാൽ എല്ലാവർക്കും രാജസ്ഥാനെ ഒരുപാട് ഇഷ്ടമായിരിക്കും. അതുപോലെ സഞ്ജുവിനെയും. ചഹലും RCBയിൽ നിന്ന് പോയപ്പോൾ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് ചഹൽ രാജസ്ഥാൻ ടീമിൽ സെറ്റായി. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.